ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ശ്രീ ശങ്കരാചാര്യ കമ്പ്യൂട്ടർ സെന്റർ, മർച്ചന്റ് സ്ക്വയർ, നിയർ ബസ് സ്റ്റാൻഡ്, ചെറുപുഴ. പ്ലാറ്റിനം ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി JMUP സ്കൂളിൽ സൗഖ്യ ആരോഗ്യമേള ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ ബിന്ദു KS സ്വാഗതം ആശംസിച്ചു. പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ ഷാജി VC അധ്യക്ഷത വഹിച്ചു. പ്ലാറ്റിനം ജൂബിലി രക്ഷാധികാരി KK വേണുഗോപാൽ ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. പദ്ധതി വിശദീകരണം നടത്തിയ ഡോക്ടർ ശില്പ മരവൻ, ഡോക്ടർ ഫർസാന എന്നിവരെ മൊമെന്റോ നൽകി ആദരിച്ചു. സംഘാടക സമിതി വൈസ് ചെയർമാൻ V കൃഷ്ണൻ മാസ്റ്റർ, ജനറൽ കൺവീനർ PN ഉണ്ണികൃഷ്ണൻ, വർക്കിംഗ് കൺവീനർ രമേശ് ബാബു എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു. സുവനീർ കമ്മിറ്റി കൺവീനർ റോബിൻ വർഗീസ് നന്ദി രേഖപ്പെടുത്തി. രണ്ട് സ്കൂളുകളായിട്ട് പ്രവർത്തിച്ചു വരികയാണ്. 58 ഏകീകരിച്ച് ഒറ്റ സ്കൂളായി ശ്രീ കൃഷ്ണൻ നായരുടെ മകൻ ശ്രീ K കുഞ്ഞികൃഷ്ണൻ നായരുടെ നേതൃത്വത്തിൽ ഈ സ്കൂള് പുരോഗതി പ്രാപിക്കുന്നത്. അദ്ദേഹം ഏതാണ്ട് 60 വർഷത്തോളം ഈ സ്കൂളിന്റെ മാനേജരായിരുന്നു. എനിക്ക് അറിയാൻ ചരിത്രം അറിയാം. അദ്ദേഹത്തിന്റെ ഫോട്ടോ ഈ ചരിത്രമുണ്ട്. ഈ സ്കൂളിനെ ഇന്നത്തെ നിലയിൽ വളർത്തിയെടുത്തത് അദ്ദേഹത്തിന്റെ സഫലമായിട്ടാണ്. ഇന്ന് 1300ഓളം കുട്ടികളും അത്രയധികം അതിന് ആവശ്യമായ അധ്യാപകരും ഇത്രയും ഭൗതിക സൗകര്യങ്ങളും ഒക്കെ ആയിട്ട് ഈ പയ്യന്നൂർ സബ്ജില്ലയിലെ ഏറ്റവും മികച്ച വിദ്യാലയമായിട്ട് നമ്മൾ സ്കൂൾ മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഈ സ്കൂൾ സുവർണജൂബിലിയിൽ നിന്നിട്ട് സുവർണജൂബിലി ആഘോഷങ്ങളൊക്കെ നല്ല രീതിയിൽ നമ്മുടെ സ്കൂൾ നടത്തിയതാണ്. അന്നത്തെ പ്രതിപക്ഷ നേതാവ് AK ആന്റണി പോലുള്ള നേതാക്കളൊക്കെ ആ അവസരത്തിൽ നമ്മുടെ സ്കൂളിൽ എത്തിയിരുന്നു. അതേപോലെ പ്ലാറ്റിനം ജൂബിലി ഇപ്പോൾ 75 വർഷം ആഘോഷിക്കുമ്പോൾ ഇത് തുടക്കം അതിഗംഭീരമായിരുന്നു. നമ്മുടെ മന്ത്രിസഭയിൽപ്പെട്ട പ്രമുഖനായ മന്ത്രി ശ്രീ കടന്നപ്പള്ളി രാമചന്ദ്രനാണ് മാർച്ചിൽ ഈ ആഘോഷങ്ങളുടെ തുടക്കം കുറിച്ചത്. നിങ്ങൾക്ക് ഓർമ്മയുണ്ട്. അതിനുശേഷം 1-2 പരിപാടികൾ നല്ല രീതിയിൽ നമ്മുടെ ജനപങ്കാളത്തോടെ തന്നെ നടത്തിയിട്ടുണ്ട്. അതോടനുബന്ധിച്ച് നമ്മുടെ ഒരു കൊച്ചു പരിപാടിയായിട്ടാണ് ഇന്ന് ഈ സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് നടക്കുന്നത്. വിദ്യാർത്ഥികളെയും ടീച്ചർമാരെയും ആണ് ഭൂരിപക്ഷം കാണുന്നത്. അതിൽ പങ്കെടുക്കേണ്ടവർക്ക് കുറഞ്ഞുപോയി എന്നുള്ളത് സത്യമാണ്. പരസ്യം കുറഞ്ഞുപോയെന്ന് എനിക്കറിയില്ല. എല്ലാ ഗ്രൂപ്പുകളിലും ഇതിന്റെ പരസ്യം ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ കാണുന്ന പ്രത്യേക പ്രവണത സ്കൂളുകളിലും ബാങ്കുകളിലൊക്കെ സൗജന്യം എന്ന് വെച്ചാൽ അവിടെ ആൾക്കാർ എത്തിച്ചേരാൻ മടിക്കുന്നു എന്നുള്ളതാണ്. പല ക്യാമ്പുകളിൽ നിന്ന് വെച്ചപ്പോൾ തന്നെ പലപ്പോഴും ആൾക്കാർ വരാൻ പഠിക്കാറുണ്ട്. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് സ്ത്രീകളുടെ ക്യാൻസർ പരിശോധിക്കുന്നതിന് ഭാഗമായിട്ട് ആശ്രമൻസിന്റെ ഡോക്ടർമാരും കോഴിക്കോട് MBR ക്യാൻസർ സെന്ററിലെ ടെക്നീഷ്യന്മാരെയൊക്കെ പങ്കെടുത്തുകൊണ്ട് ഞങ്ങൾ ക്യാമ്പ് ഇവിടെ ഇതേ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചിട്ടുണ്ട്. അന്നും പലരും നിരാശയായി. കാരണം പലരും മടിക്കുന്നു ക്യാമ്പുകളിലേക്ക് വരാൻ. കാരണം മറ്റുള്ളവർ തങ്ങളുടെ രോഗാവസ്ഥയെക്കുറിച്ച് അറിയുമോ ഇല്ലയോ എന്നുള്ള സംശയം അവരുടെ മനസ്സിൽ ഉൾപ്പെടുന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ നമ്മുടെ നാട് നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ പലരും പല രോഗങ്ങളോട് ബന്ധപ്പെടുകയാണ്. ഇന്നലെയും മിനിഞ്ഞാന്നുമായിട്ട് തന്നെ 2 ചികിത്സാ സഹായ കമ്മിറ്റി നമ്മുടെ ചെറുപുഴ ജില്ലയിൽ രൂപീകരിക്കപ്പെട്ട് കഴിഞ്ഞു. ക്യാൻസർ, കിഡ്നിയുടെയൊക്കെ അസുഖം ബാധിച്ച് 2 ആൾക്കാർ വിവിധ ആശുപത്രികളിൽ ചികിത്സിക്കപ്പെടുകയാണ്. നമ്മുടെ ആരോഗ്യസ്ഥിതി പരിശോധിക്കുവാൻ രോഗനിർണയം കൊണ്ടുവന്ന് അറിയിക്കുക എന്നുള്ള സംവിധാനം, ആ സംവിധാനത്തെ അടിസ്ഥാനത്താണ് ഈ ക്യാമ്പുകൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. മറ്റും അലോപ്പതിയുമാണ് ഉണ്ടായിരുന്നത്. ഇന്ന് അലോപ്പതിയിലേക്ക് ആൾക്കാർ മാറിക്കൊണ്ടേയിരിക്കുന്നു. കാരണം പെട്ടെന്ന് ആശ്വാസം കിട്ടണം എന്നുള്ളതാണ്. ആയുർവേദം എന്ന് പറയുമ്പോൾ കുറച്ച് വൈകും. അത് ഒരുപാട് ചിട്ടകളും വട്ടങ്ങളൊക്കെ ഉണ്ട്. ആ ഭക്ഷണ കാര്യത്തിൽ അതിനൊരു ക്രമമുണ്ട്. ഇതൊക്കെ പാലിച്ചുകൊണ്ട് പോകണം. അലോപ്പതിയിൽ അതില്ല. അതുകൊണ്ട് പലരും ആയുർവേദം മാറി അലോപ്പതിയിലേക്ക് വന്ന ഘട്ടത്തിലാണ് നമ്മൾ ഇത്തരം ഒരു ക്യാമ്പ് ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടുള്ളത്. ഇതൊരു കർക്കിടക മാസമാണ്. ആയുർവേദത്തിൽ മറ്റൊരു മാസമാണ്. പലർക്കും ഒന്നിന് സമയമില്ല എന്നുള്ളതാണ് സത്യം. എന്റെ കാര്യത്തിൽ അങ്ങനെ തന്നെയാണ്. കർക്കിടക മാസത്തിൽ ഒരു 10 മാസം
ഞാനൊരു ആരോഗ്യവേദ എല്ലാം എടുക്കാറുണ്ട്. ഡോക്ടർ വിളിക്കാൻ തുടങ്ങിയിട്ട് കുറേ ദിവസമായി. ഇന്ന് രാവിലെയും വിളിച്ചു. അപ്പോൾ ഡേറ്റ് കൊടുക്കാൻ സമയം കുറവ് വേറെ പറ്റിയില്ല. അതുതന്നെയാണ് നമ്മുടെ നാട്ടിൽ എല്ലാവർക്കും പറ്റുന്ന കാര്യം. സമയത്തിന്റെ കാര്യത്തിൽ എല്ലാവരും കുറച്ച് പുറകോട്ടാണ്. പക്ഷെ അതൊക്കെ മാറ്റി ഇത്തരം ക്യാമ്പുകൾ, അതിൻ്റെ പ്രസക്തി എന്താണെന്ന് മനസ്സിലാക്കി. എന്തിനു വേണ്ടിയിട്ടാണ് ഇത്തരം ക്യാമ്പുകളൊക്കെ സംഘടിപ്പിക്കുന്നത് എന്നുള്ളത് നമ്മൾ 2 ഡോക്ടർമാർ ഈ ക്യാമ്പിന് പ്രത്യേക പാക്കേജായിട്ടാണ് നടത്തുന്നത് എന്ന് തോന്നുന്നു. ഇതിന്റെ തുടർ ചികിത്സ പോലും ഈ ഡോക്ടർമാർ ആർക്കും ഉണ്ടാകാതിരിക്കട്ടെ എന്നാണ് ഞാൻ ആശംസിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇത്തരം ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ വരുന്ന രോഗത്തിനെ കുറിച്ചുള്ള ഇപ്പോൾ ഈ മഴക്കാലമാണ്. മഴക്കാല രോഗങ്ങൾ ഒരുപാട് നമ്മൾ ചുറ്റുവട്ടമുണ്ട്. അതിനെക്കുറിച്ചുള്ള ഒരു ക്ലാസ് വരാതെ എന്തുകൊണ്ട് അസുഖം വരുന്നു, അതിന് എങ്ങനെയൊക്കെ നമുക്ക് പ്രതിരോധിക്കാം, അങ്ങനെയുള്ള ഒരു ക്ലാസ് കൂടി കൊടുക്കുവാൻ ഇത് തയ്യാറാകണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ ക്യാമ്പിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചായി അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ. നന്ദി, നമസ്കാരം. ന്യൂ ജനറേഷനുകൾക്കിനി ന്യൂജൻ കോഴ്സുകൾ പഠിക്കാം ശ്രീശങ്കരാചാര്യയിലൂടെ. അഭിരുചിക്കനുസരിച്ച് തിരഞ്ഞെടുക്കുവാൻ നിരവധി കോഴ്സുകൾ. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെന്റ്, ഡാറ്റാ സയൻസ് ആൻഡ് ഡാറ്റ അനലിറ്റിക്സ്, UI and UX ഡിസൈനിംഗ്, വൈബ്സ് ആൻഡ് SAP, പ്രൊഫഷണൽ അക്കൗണ്ടിംഗ്, ഗ്രാഫിക് ഡിസൈനിംഗ് ആൻഡ് ആനിമേഷൻ, വീഡിയോ എഡിറ്റിംഗ് ആൻഡ് VFX, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, മോഷൻ ഗ്രാഫിക്സ്, ഓഫീസ് ഓട്ടോമേഷൻ ആൻഡ് അഡ്വാൻസ് എക്സൽ, Python പ്രോഗ്രാമിംഗ്, ഇന്റീരിയർ ഡിസൈനിംഗ്, ഹാർഡ്വെയർ നെറ്റ്വർക്കിംഗ് ആൻഡ് CCTV. എല്ലാ കോഴ്സുകളിലും AI ഇന്റഗ്രേറ്റഡ് ടൂളുകൾ ഉൾപ്പെടുത്തിയുള്ള ക്ലാസുകൾ. കേരള സർക്കാർ അംഗീകൃത സർട്ടിഫിക്കറ്റുകൾ. പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് സെൻട്രലൈസ് പ്ലേസ്മെന്റ് സെൽ വഴി ഇന്ത്യയിലും വിദേശത്തും ജോലി നേടാൻ അവസരം. എല്ലാ മാസവും ക്യാമ്പസ് ഇന്റർവ്യൂവും ജോബ് ഫെയറും. ശ്രീശങ്കരാചാര്യ കമ്പ്യൂട്ടർ സെന്റർ, മർച്ചന്റ് സ്ക്വയർ, നിയർ ബസ് സ്റ്റാൻഡ്, ചെറുപുഴ.